ഹായ് ഫ്രണ്ട്സ്, 5 ലീവ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അത് ലേഡീസും കുഞ്ഞ് പെൺകുട്ടികൾക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അത് വെച്ചിട്ട് ജെൻസിന് കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. നന്നായി ബ്ലഡ് ഉണ്ടാവും. PCOD, റെഗുലർ അല്ലാത്ത ഈ പീരീഡ്സ്, നന്നായി ബ്ലഡ് ഉണ്ടാവാനൊക്കെ ഗുണം ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഞാൻ എൻ്റെ മോൾക്ക് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഭയങ്കരമായിട്ട് റിസൾട്ട് ഞാൻ അറിഞ്ഞതിൻ്റെ പേരിലാണ് നിങ്ങൾക്കിന്ന് ഇത് പരിചയപ്പെടുത്തുന്നത്. എള്ള് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളത് വറുത്തെടുക്കണം. ശർക്കര കുറച്ച് പാനി കാച്ചാൻ വയ്ക്കണം. ഞാൻ 1 കിലോ എള്ളാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് നന്നായി കഴുകി വെള്ളം വാർന്നതിന് ശേഷം വറുത്ത് കോരുക. അതിങ്ങനെ കടുക് പൊട്ടുന്ന പോലെ അത് പൊട്ടി ഇങ്ങനെ ഇതായി വരും. അപ്പോൾ അത് എൻ്റെ എള്ള് റെഡി ആയിട്ടുണ്ട്. അതിനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തത് ചുമന്ന അവിലാണ് കേട്ടോ അതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എള്ളിൻ്റെ അത്ര വേണ്ട, കുറച്ചു മതി. ആ അവിൽ, ചുമന്ന അവിലൊരു പാകത്തിന് വറുത്ത് കോരി കരിയരുത്. അടുത്തത് ഞാൻ മുതിരയാണ്, കുറച്ച് മുതിര, ഒരു ഗ്ലാസ് മുതിര കഴുകി വൃത്തിയാക്കിയിട്ടത് അതും വറുത്ത് കോരി. പിന്നെ വേണ്ടത് നട്ട്സുകളാണ്. എന്ത് നട്ട്സ് ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ കപ്പലണ്ടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ നെയ്യിൽ കുറച്ച് കപ്പലണ്ടി വറുത്തെടുത്തു. അത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് വേണ്ടത് നാളികേരമാണ്. കുറച്ച് നാളികേരം ചിരകിയത് നന്നായി വറുത്തെടുക്കണം. അപ്പോൾ ആ മുതിര ഞാൻ വറുത്ത് പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേരം വറുത്ത് കോരാം. നാളികേരം ഒരു ചുവപ്പ പരുവത്തിൽ വറുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഇതെല്ലാം കൂട്ടി മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂണോ 2 ടീസ്പൂണോ ഏലക്കാപ്പൊടിയും വിതറുക. പിന്നെ കുറച്ച് നെയ്യ് ഒഴിക്കുക. ശരിക്കും നമുക്ക് എള്ള് വിളപ്പിച്ച പോലെയാണ്. പക്ഷേ ചിലർക്ക് എള്ളിൻ്റെ കുത്ത് ഇഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഐറ്റങ്ങളൊക്കെ കൂട്ടിച്ചേർത്താൽ നമുക്കിത് രാവിലെയും വൈകിട്ടും സ്നാക്സായി ഉപയോഗിക്കാം. ഇതിന് നല്ല ഗുണങ്ങളുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി ഇത് എന്തായാലും കഴിച്ചു നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.